ആദി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നിസ്കാരം ഒരിക്കലും ഉപേക്ഷിച്ചിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ രാത്രി ദീർഘമായ സമയം നിസ്കരിച്ചിരുന്ന ആളുകളായിരുന്നു സലഫുകൾ എല്ലാവരും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രി പകുതിയായ കുടുംബത്തിനൊക്കെ വിളിച്ചോണ്ട്, റമദാനല്ല സാധാരണ സമയത്തല്ല, നിസ്കാരം 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 എന്നിങ്ങനെ പറയുന്നു. തന്റെ കുടുംബത്തോട് നിസ്കാരത്തെ കുറിച്ച് കൽപ്പിക്കുക എന്ന ആയത്ത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു രാത്രി മുഴുവൻ നിസ്കരിക്കാറുണ്ടായിരുന്നു. അപ്പൊ നമ്മളെ തലന്റെ ഉള്ളിൽ നമ്മൾ കയറ്റി വെച്ചേക്കണം എന്താണറിയോ, നമ്മള് ആകെ 11 റക്അത്ത് നിസ്കരിക്കാൻ പാടുള്ളൂ എന്നുള്ളത് കയറ്റി വെച്ചുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം. റമദാനിലോ അല്ലാത്ത സമയത്തോ അഷ്റഫുൽ ഖൽഖ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിത്റാകട്ടെ തറാവി ആട്ടെ ഖിയാമുൽ ലൈൽ ആട്ടെ 11 റക്അത്ത് നിസ്കരിച്ചുള്ളൂ. എണ്ണം വെച്ചുകൊണ്ട് നിസ്കരിക്കണേ 11 റക്അത്ത് നിസ്കരിക്കാൻ പാടുള്ളൂ. എണ്ണം വെച്ചുകൊണ്ട് 11 റക്അത്ത് നിസ്കരിക്കാൻ പാടുള്ളൂ. എന്നാൽ എണ്ണ അല്ലാതെ എത്ര നിസ്കരിക്കാം, സുന്നത്തുകൾ എത്ര നിസ്കരിക്കാം. നമ്മൾ 11 റക്അത്ത് നിസ്കരിച്ച് പോയാൽ പിന്നെ ആൾ കടന്നുറങ്ങിയാൽ നീച്ചാൽ അയാൾക്ക് പൂതിയാണെങ്കിൽ പിന്നെ നിസ്കരിക്കാം. ഈ രണ്ട് എത്ര നിസ്കരിക്കാം. അപ്പോ ചിലപ്പോൾ ഒരു റക്അത്തിൽ തന്നെ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യാറുണ്ടായിരുന്നു എത്രയോ സുഹൃത്ത്. അപ്പോ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരാഴ്ച കൊണ്ട് വിശുദ്ധ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്തു തീർക്കും. അപ്പൊ ഇതൊക്കെ നമുക്ക് പറയാൻ നല്ല സുഖകാരം, പക്ഷെ ചെയ്യാൻ കഴിയുന്നവർക്കൊക്കെ ചെയ്യാം. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല. രോഗമുള്ള ആൾക്കാരുണ്ടാവും, പ്രയാസമുള്ള ആൾക്കാരുണ്ടാവും. എന്നാൽ യുവത്വത്തിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സാധിക്കുന്ന സമയത്ത് അതിന്റെ പരിപൂർണമായ പ്രതിഫലം അവർക്ക് കിട്ടുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പൊ നമ്മള് തറാവീഹിൽ മുഴുവനായി നമ്മൾ പങ്കെടുത്താൽ രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലം നമുക്ക് കിട്ടും. അധികമായി വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്താൽ ഓരോ ഹർഫിനും കിട്ടുന്ന പ്രതിഫലമുണ്ട്. ഇസ്തിഗ്ഫാറും ദുആയും നമ്മൾ അധികരിപ്പിക്കണം. സദഖ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, എന്തെങ്കിലും സദഖ കൊടുക്കുക, കുറഞ്ഞ കൊടുത്താലും മതി. അതിലൊക്കെ നമ്മൾ താല്പര്യപ്പെടണം. ഓരോ ദിവസവും നമ്മുടെ കണ്ണിന് നോമ്പുണ്ടോ, നാവിന് നോമ്പുണ്ടോ, അതുപോലെ തന്നെ കയ്യിന് നോമ്പുണ്ടോ, കാലിന് നോമ്പുണ്ടോ എന്ന് നമ്മളിങ്ങനെ പരിശോധിച്ചു കൊണ്ടിരിക്കണം.